ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന കിച്ചടി ചോറിനെ കുറിച്ചാണ്. കിച്ചടി ചോറെന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ സുലഭമായി കിട്ടുന്ന ഒരു ചോറാണ് കിച്ചടി ചോറ്. നല്ല സ്വാദിഷ്ടമായ ഒരു ചോറാണ് കിച്ചടി ചോറ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരി. 2 ഗ്ലാസ് പച്ചരി എന്ന് പറയുമ്പോൾ റേഷൻ കടയിലെ പച്ചരിയാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1/2 ഗ്ലാസ് തുവരപ്പരിപ്പ്. ഈ ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ 1/2 ഗ്ലാസ് തുവരപ്പരിപ്പ്, പിന്നെ ഒരു സവാള, 4 ചെറിയ പച്ചമുളക്, 4 വറ്റൽമുളക്, ഇച്ചിരി ഇഞ്ചി, പിന്നെ ഇച്ചിരി കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാൽഡയാണ്. ഡാൽഡ എന്ന് പറയുമ്പോൾ 2 സ്പൂണ് ഡാൽഡയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഡാൽഡ ഇല്ലാത്തവർക്ക് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ എന്തിന് വേണേലും ഉണ്ടാക്കാം. അത് നിങ്ങളുടെ താല്പര്യം പോലെ ഏതിലുണ്ടാക്കിയാലും നല്ലതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഡാൽഡയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഡാൽഡ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റെണ്ണകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡാൽഡയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഡാൽഡയോ എണ്ണയോ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇടുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ ഒരുമിച്ച് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. അരി പരിപ്പ് നന്നായി കഴുകിയെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് അതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അരി കഴുകി നേരത്തെ വെക്കരുത്. ആ സമയത്ത് ആണ് അരിയും പരിപ്പും ഇടുന്നതിന് ആ സമയമാകുമ്പോഴാണ് കഴുകിയെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ കഴുകിയെടുത്ത് കൂട്ടി വെക്കരുത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. മൊത്തം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന 2 ഗ്ലാസ് അരിയാണ്, 4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു രീതി നമ്മൾ വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കരിവേപ്പില ഇല്ലാതെ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റി നമ്മൾ എടുത്തതിന് ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ച് ഇതേ രീതിയിൽ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് വെള്ളം ഒഴിച്ച് ഇതേപോലെ അത് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയില, മല്ലിച്ചപ്പും ചെറിയ ജീരകവും ഇട്ട് നന്നായി അടച്ചു കൊടുക്കുക. അങ്ങനെ ആ രീതിയും വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു വിസിലേ വരാവുള്ളൂ, ഒറ്റ വിസിൽ. ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫാക്കി വെക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഒരു വിസിൽ വരാവുള്ളൂ. ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കി 5 മിനിറ്റിന് ശേഷം ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലോട്ട് ചോറ് തട്ടി നിരത്തി വെക്കുക. അതേപോലെ തന്നെ ഇതിന് ഏറ്റവും നല്ല കറി തക്കാളി ചട്ടണിയാണ് ഫസ്റ്റ്. രണ്ടാമത് അച്ചാറും, മൂന്നാമത് ഇറച്ചിക്കറി. മീൻകറിയോടുകൂടെ ഈ ചോറ് അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഏറ്റവും നല്ലത് ഫസ്റ്റ് വന്ന് തക്കാളി ചട്ടണി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ അടുത്ത പ്രാവശ്യം ഞാൻ ഇടുന്നതാണ്.